അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് വൈറൽ കപ്പിൾസിൻ്റെ ഏറ്റവും കൂടുതൽ ഇപ്പം കേരളത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒളിച്ചോട്ട കഥയാണ്. അതുകൊണ്ട് അങ്ങനത്തെ സബ്ജക്റ്റാണ്. കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കേട്ടാൽ മതി. അതിൻ്റെ CCTV വിഷ്വൽസും കാര്യങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം ഒന്ന് ഞെട്ടും. റിയൽ ലൈഫും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് എന്ന് എനിക്ക് ആദ്യം തന്നെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ പല ആൾക്കാരും ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാട്ടിക്കൂട്ടുന്ന പല അവതാരിച്ച ക്രിയേറ്റേഴ്സും ഉണ്ട്. അവർ വന്ന് എന്തൊക്കെ കാണിക്കലായിരിക്കും. അവരെപ്പോലൊരു കപ്പിൾസ് ഇല്ല, അല്ലെങ്കിൽ അവരെപ്പോലൊരു ഒത്തൊരുമ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നും. പക്ഷെ നേരെ മറിച്ച് ആ സ്ക്രീൻ കട്ടായി കഴിയുമ്പോൾ ഇവരുടെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതായിരിക്കും. അതുകൊണ്ട് ആരെയും വിലയെടുക്കാണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യവും മാത്രം നോക്കുക. വേറൊരു മനുഷ്യൻ്റെ ഫാൻ ആവാണ്ടിരിക്കുക. അത് ഏത് സെലിബ്രിറ്റി ആണെങ്കിലും ആരാണെങ്കിലും അവരുടെ ചെയ്യുന്ന കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ അത് കണ്ട് നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കാണാം. അത്രയേ ഉള്ളൂ. അത് കാണുന്നത് കൊണ്ട് അവർക്കും ഗുണമുണ്ട് എന്നുള്ള കാര്യം എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അതപ്പോൾ ഈ അഖിൽ NRD എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇപ്പോൾ ഒരു സിനിമ ചെയ്ത് അടപടല മൂഞ്ചി. ഞാൻ ആ സിനിമയുടെ ട്രെയിലർ കൂടി കണ്ടിട്ടില്ല, കാരണം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ എന്തൊക്കെയോ ക്ലിപ്സും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതല്ലാതെ ട്രെയിലർ കാണാൻ കൂടി ഞാൻ പോയിട്ടില്ല ആ വഴിക്ക്. പിന്നെ ഈ പുള്ളിക്കാരൻ്റെ ഓരോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ വൈറലായിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഞാൻ അതും കാണാറില്ല, എനിക്കത് ഇഷ്ടമല്ല. കാണുമ്പോൾ തന്നെ വളുപ്പായിട്ടാണ് തോന്നിയിട്ടുള്ള അട്ടർ ബോറ്. അപ്പോൾ ഇവർ ഈ അടുത്തോ മറ്റാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നോക്കാം. അപ്പോൾ ഇയാളുടെ ഭാര്യ രാത്രി ഇറങ്ങി ഓടിപ്പോയിരിക്കുക. ബസ് ഡ്രൈവറിൻ്റെ കൂടെ ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയി രാത്രി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം പുള്ളി പോകുന്നത്. അപ്പോൾ പുള്ളിയെ എല്ലാവരും എടുത്ത് ട്രോൾ ചെയ്യുന്നതാണ്, കാര്യങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ സമയം വഹിക്കുന്നില്ല, ആ വിഷ്വൽ ആദ്യം ഒന്ന് കാണാം. രാത്രി ഇറങ്ങിപ്പോകുന്ന CCTV വിഷ്വൽ ഇതാണ് സംഭവം. ഇതിപ്പോൾ 2-3 ദിവസം മുമ്പേ നടന്നതാണ്. 8-ാം തീയതി, അതായത് കൃത്യം 2 ദിവസം മുന്നേ, വെള്ളിയാഴ്ച. ഇന്ന് തിങ്കളാഴ്ച ആണല്ലോ. അവിടെ വന്നിട്ട് ആൾ വന്നിട്ടുണ്ട്. രാത്രി തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാം വെൽ പ്ലാൻഡ് ആണ്. 3 ബാഗുണ്ട്, ഒന്ന് തോളിലും 2 കയ്യിലുമായിട്ട് ബാഗൊക്കെ എടുത്ത് ആൾ വന്നു. ഒളിച്ചോടിക്കാരന് വന്നു. അപ്പം തന്നെ വണ്ടിയും വന്നു. വെൽ പ്ലാൻഡ്. എർട്ടിഗയാണ് വണ്ടി. എങ്ങനെ ഇരിക്കണ്? അപ്പം റീലിൽ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം, ഭയങ്കര കപ്പിൾ ഗോൾസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. നേരെ മറിച്ച് ഇത് റിയൽ ലൈഫുള്ള സിറ്റുവേഷൻ കണ്ട ഇത്രയും ഡ്രാസ്റ്റിക്കലി ഡിഫറെൻ്റ് ആണ് ഓരോ ആൾക്കാരുടെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും ഡ്രാസ്റ്റിക്കലി ഡിഫറെൻ്റ് ആണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയൊരു അതപ്പതിച്ചൊരു കണ്ടീഷനായി പോയി. പടവും പൊട്ടി, വൈഫിൻ്റെ കാര്യം ഇങ്ങനെയായി. അത് ഓരോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് എന്താ വെച്ചാൽ, അഖിലിനെ ചതിച്ച് പ്രൈവറ്റ് ബസ് ക്ലീനിങ് സ്റ്റാഫിനോടൊപ്പം ഒളിച്ചോടി ഭാര്യ മേഘ, ഇങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ രണ്ടാളും തമ്മിലുള്ള ഒരു ക്ലിപ്പുണ്ട്. ഏതോ ഫിലിം പ്രൊമോഷന് ശേഷം, എനിക്ക് തോന്നുന്നു ഇപ്പം പുള്ളിക്കാരൻ്റെ ഇറങ്ങിയ ആ സിനിമയുടെ പ്രൊമോഷന്, സിനിമ ട്രെയിലറിന് ശേഷം മറ്റുള്ള വിഷ്വലാണ്. അതൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ രണ്ടും ഒരുമിച്ച് ഇനി ഏതെങ്കിലും സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? വരുമായിരിക്കും. ചേച്ചിക്ക് അങ്ങനത്തെ ആഗ്രഹമുണ്ടോ? ചേട്ടനാണ് ആഗ്രഹം. അപ്പോൾ നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ചേട്ടന് സിനിമയൊക്കെ ഇവർ രണ്ടാളും ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചിക്ക് വേറെ ആഗ്രഹങ്ങളായിരുന്നു. അതുകൊണ്ട് ചേച്ചി രാത്രി 12 മണിക്കോ 11:30 മറ്റേ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് എക്സ്പ്ലനേഷനായിട്ടാണ് തിരിച്ചു വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാളെയും നമുക്ക് കണ്ണടച്ച്, ഒരാളെയും നമുക്ക് മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, ഒരാളുടെ സൈഡ് ചേരാനും പറ്റില്ല. ഇതൊക്കെ എപ്പോഴും രണ്ടാൾക്കാരുടെ ഭാഗവും നമ്മൾ കേൾക്കണം. അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ എന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ പ്രേക്ഷകർക്ക് ഉണ്ടാവും. ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും. ഇവർ തമ്മിൽ ലവ് അഫെയറിലായിട്ടാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു സീനിൽ സാധാരണ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലേ മനസ്സിലാവും എന്താണ്, ആരുടെ ഭാഗത്താണ് തെറ്റ് ശരി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരെയും റിയൽ ലൈഫൊന്നും കണ്ടിട്ട് അധികം ഇൻഫ്ലുവൻസ്ഡ് ആവാണ്ടിരിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ ഒരു വിഷ്വലുണ്ട്. എനിക്ക് റീലൊക്കെ അടിപൊളിയല്ലായിരുന്നു.
അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. ഇതിൻ്റെ വേറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ എന്തായാലും തൽക്കാലം വന്നിട്ടില്ല. ഇതാണ് വന്നിരിക്കുന്ന സംഭവം. നിങ്ങൾ ഇവരുടെ ഫാൻസ് ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോസും കോമഡി ക്ലിപ്പും കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണാറുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടും. എനിക്ക് ഇതിനെക്കൊണ്ട് അധികം അഭിപ്രായം കാര്യങ്ങളൊന്നും അറിയില്ല. ഇത് സോഷ്യലി ഉള്ളൊരു സംഭവം ആയതുകൊണ്ടാണ് ഇതിൽ വന്നിട്ട് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഹാപ്പി ആയിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുണ്ടെങ്കിൽ അത് ലീഗലി എന്താണ് ഈ രാജ്യം പറയുന്ന സംഭവം എന്ന് അനുസരിച്ചിട്ട് ആ ലീഗലി നിങ്ങൾ പോവുക, നിങ്ങൾ അഡ്വക്കേറ്റിനെ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ കേസ് ഫയൽ ചെയ്യുക, എന്ത് കുന്തം വേണമെങ്കിലും ചെയ്യുക. അത് നിങ്ങളുടെ താല്പര്യം. അതിൽ ആരെയും നിങ്ങൾക്കൊരു കുറ്റവും പറയാനില്ല. ഇതുപോലെയുള്ള നാറിയ പരിപാടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ രാത്രി പോയിട്ട്? ഇനി നിങ്ങൾ അതുപോലും ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യമാണെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലാത്ത വശം ഈ കുട്ടിയുടെ കാര്യം യാതൊരുവിധ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ലീഗലി നിങ്ങൾക്ക് പോവാം, നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാം, നിങ്ങൾക്ക് അടുത്ത കല്യാണം കഴിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത കല്യാണം കഴിക്കാം, എന്ത് കുന്തം വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ആ കണ്ടൻറ്റ് സെല്ല് ചെയ്യാം, എന്താ വെച്ചാൽ ചെയ്യാം. പക്ഷേ ഇത് ചതിയാണ്. ആ ചതി ചെയ്യേണ്ട ഒരു സാഹചര്യം ചിലപ്പം ചില ആൾക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവും. ചിലപ്പോൾ അവർ അത്രയും ഭീകരമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിലൂടെയാണ് ഇറങ്ങിപ്പോകുന്ന, ഒരു ദിവസം കൂടി നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിനും ജസ്റ്റിഫൈഡ് ആവാം. അതിൻ്റെ റീസണിങ് നിങ്ങൾ വന്ന് പറയണം. കാരണം നിങ്ങൾ സോഷ്യലി ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങളെ കണ്ടൻറ്റ് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഈ വിഷയത്തിനെ കുറിച്ച് പറയാനുള്ളൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്.